ഫുക്കറ്റിൽ നിന്നും ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ സാങ്കേതിക തകരാർ. അന്വേഷണത്തിൽ എയർബസും ഫ്രഞ്ച് ഏജൻസിയും പങ്കുചേരും. ഫുക്കറ്റിൽ നിന്നും ഡൽഹിയിലേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യയുടെ A320 വിമാനത്തിൽ ഗുരുതരമായ സാങ്കേതിക തകരാർ കണ്ടെത്തി. പറക്കുന്നതിനിടെ വിമാനം പെട്ടെന്ന് 300 അടിയോളം താഴേക്ക് പതിച്ച സംഭവത്തിലാണ് പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. ഇത് വെറുമൊരു മോശം കാലാവസ്ഥ മൂലമുണ്ടായ പ്രശ്നമല്ലെന്നും വിമാനത്തിന്റെ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റത്തിലുണ്ടായ അപൂർവ തകരാറാണെന്നും ഏവിയേഷൻ മന്ത്രാലയം വ്യക്തമാക്കി. യാത്രക്കാർക്കിടയിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ച ഈ സംഭവത്തിൽ ഏവിയേഷൻ അധികൃതർ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുമാണ് നിലവിൽ അന്വേഷണം നടത്തുന്നത്. ഈ അന്വേഷണത്തിൽ വിമാന നിർമ്മാതാക്കളായ എയർബസും ഫ്രഞ്ച് ഏവിയേഷൻ സുരക്ഷാ ഏജൻസിയും ഔദ്യോഗികമായി പങ്കുചേരും. അപ്രതീക്ഷിതമായി വിമാനം താഴേക്ക് പതിച്ചപ്പോൾ യാത്രക്കാർ വലിയ ഭയത്തിലാണ് കഴിഞ്ഞത്. നിരവധി യാത്രക്കാർക്കും വിമാനത്തിലെ ജീവനക്കാർക്കും ഈ കുലുക്കത്തിൽ നിസാര പരിക്കുകൾ ഏറ്റിരുന്നു. എങ്കിലും പൈലറ്റുമാർ തങ്ങളുടെ വൈദഗ്ധ്യം ഉപയോഗിച്ച് വിമാനത്തിന്റെ നിയന്ത്രണം വീണ്ടെടുക്കുകയും ഡൽഹിയിൽ സുരക്ഷിതമായി ഇറക്കുകയും ചെയ്തു. A320 വിമാനങ്ങളിൽ ഇത്തരം ഫ്ലൈറ്റ് കൺട്രോൾ തകരാറുകളുണ്ടാകുന്നത് വളരെ അപൂർവമാണെന്ന് വ്യോമയാന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കൂടുതൽ പരിശോധനകൾക്കായി വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. തകരാർ സംഭവിച്ച വിമാനം പൂർണ്ണമായ സാങ്കേതിക പരിശോധനയ്ക്കായി എയർ ഇന്ത്യ താൽക്കാലികമായി സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.